യഥാർത്ഥത്തിൽ NSS പോലെ ഒരു സംഘടന, NSS, SNDP, നമ്പൂതിരി യോഗക്ഷേമ സഭ, ഇങ്ങനെ കുറെ സംഘടനകൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായി. അത് നവോത്ഥാനത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. അത് ജാതിയിൽ നിന്ന് സമുദായത്തിലേക്ക് മാറുക എന്ന് വേണമെങ്കിൽ പൊതുവായി പറയാം. നായർ എന്നത് ഒരു ജാതി മാത്രമാണ്. നിരവധി ജാതികൾ അതിനനുബന്ധിച്ച് നായർ, മേനോൻ, പിള്ള, നമ്പ്യാർ, നങ്ങിയാർ, അങ്ങനെ നമ്പ്യാതിരി, അങ്ങനെ പല ജാതികൾ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ഇവരെല്ലാവരും NSSന്റെ അതിന്റെ രൂപീകരണ, അതിന്റെ എന്താ പറയുക, ബൈലോയിൽ പറയുന്ന ആദ്യത്തെ കാര്യം, താഴെ പറയുന്ന എല്ലാവരും ഇനിമേൽ നായർ എന്ന രൂപത്തിൽ എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെയാണ് നായർ സർവീസ് സൊസൈറ്റി ഉണ്ടാവുന്നത്. അന്ന് അതിന് കുറെ ലക്ഷ്യങ്ങളുണ്ട്. കാരണം നമ്മുടെ സമുദായങ്ങൾ വളരെ പിന്നണിയിലാണ്. ആ സമുദായങ്ങളിലെ പ്രത്യേകിച്ചും മനുഷ്യരുടെ അവസ്ഥ വളരെ മോശമാണ്. ബ്രാഹ്മണികമായ വ്യവസ്ഥക്കെതിരായി പരസ്യമായി സമരം ചെയ്ത് അങ്ങനെ മുന്നോട്ട് വരണം. ബ്രാഹ്മണരുടെ അടിമകളായി നായന്മാരും ശൂദ്രർ എന്ന് വിളിക്കുന്നവരും അതിന് താഴെ ഇഴവരും എന്ന രൂപത്തിലുള്ള ഘടന, സാമൂഹ്യ ഘടനയ്ക്കെതിരായ വലിയ പോരാട്ടം അതിൽ നടന്നിട്ടുണ്ട്. സമാന്തരമായി മറ്റു ജാതികളിലും നടന്നിട്ടുണ്ട്. അതിന്റെ ഫലമാണ് NSS ഉണ്ടായത്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഏത് പ്രത്യയശാസ്ത്രത്തിനും ഏത് ആശയത്തിനും ഉണ്ടാകാവുന്ന ഒരു നാശം NSSനും ഉണ്ടായി. ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കുമാരനാശാൻ സെക്രട്ടറിയായി ആരംഭിച്ച SNDP ഇപ്പോൾ എത്തി നിൽക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറിയായ സ്ഥലത്താണ്. അപ്പൊ തന്നെ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവും. അതേപോലെ ഒരു കാലത്ത് NSSന് എന്തൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, ആ ലക്ഷ്യങ്ങളൊക്കെ മറന്ന് NSS ഒരു വലിയ പ്രസ്ഥാനമായി, അതിന് ഒരുപാട് സാമ്പത്തിക ആസ്തികളായി, കോളേജായി, മറ്റ് നിരവധി സ്ഥാപനങ്ങളായി, സ്കൂളുകളൊക്കെയായി, ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരായി വന്നപ്പോൾ NSSനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് തങ്ങൾ തുടങ്ങിയത് എന്നറിയാതെ, നായരാണെങ്കിലും അല്ലെങ്കിലും കാശ് കൊടുത്താലേ NSSൽ ജോലി കിട്ടൂ എന്ന സ്ഥിതി വന്നു. പിന്നെ അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ വേണം. അപ്പൊ എന്തായാലും ആ അർത്ഥത്തിൽ NSS ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി അതിന്റെ തലപ്പത്തിരുന്ന ആളുകൾ ഓരോ ഘട്ടത്തിൽ അതിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് തങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ രക്ഷിക്കാനാണ്, അല്ലെങ്കിൽ നായന്മാരെ രക്ഷിക്കാനൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശൻ ഇടപെടുന്നത് അദ്ദേഹത്തിന് ഉള്ള സ്ഥാപനങ്ങളും മൈക്രോ ഫൈനാൻസും ഒക്കെ രക്ഷിക്കാനാണ്. NSS ഇടപെടുന്നു, അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവരുടെ ഇടപെടൽ 1959 വിമോചന സമരത്തിലാണ് നേരിട്ട് NSS രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അന്ന് മന്നത്ത് പത്മനാഭൻ ക്രിസ്തീയ സഭകളെയും കോൺഗ്രസിനെയും PSPയെയും ലീഗിനെയും ഒക്കെ ചേർത്തുണ്ടാക്കിയ ആ ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ ആദ്യമായി, ലോകത്താദ്യമായി എന്ന് പറയാവുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാനാണ് ഉപയോഗിച്ചത്. അതിനുശേഷം ഈ രാഷ്ട്രീയ കളി അവർ മാറി മാറി തുടർന്നുകൊണ്ടിരുന്നു, തഞ്ചം പോലെ. ഒരു ഘട്ടം വന്നപ്പോൾ K. കരുണാകരന്റെ കാലത്ത് അവർ പാർട്ടി പോലും ഉണ്ടാക്കി. അവസാനം ആ പാർട്ടിയൊക്കെ കരുണാകരൻ തന്നെ തകർത്ത് കളഞ്ഞു. NDP എന്ന് പറയുന്ന പാർട്ടി ഇപ്പം ഇല്ല. കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയെ ഇവിടുന്ന് അംബാസഡറായിട്ട് വിട്ടുകൊണ്ട് NSSും NDPയും ഒക്കെ ഇല്ലാതാക്കി. പിന്നെ അതിനുശേഷം പിന്നെ ഒരു സമദൂര സിദ്ധാന്തം വന്നു. സമദൂര സിദ്ധാന്തം കുറെ കാലം കൊണ്ടിടുന്നു. ആ സമദൂര സിദ്ധാന്തം പിന്നെ മാറുന്നത് സുകുമാരൻ നായർ ഇതിന്റെ തലപ്പത്ത് വരുമ്പോഴാണ്. സുകുമാരൻ നായർ തലപ്പത്ത് വന്നപ്പോൾ വളരെ ഷ്രൂഡായ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങി. ആ രാഷ്ട്രീയം ഇടതിനോടോ വലതിനോടോ മാറി മാറി നിന്ന് അംഗം പയറ്റി തങ്ങളുടെ സ്ഥാപനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിലേക്ക് അവരെത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിലെ സംഘടനയിലെ അംഗങ്ങൾ തിരിച്ചറിഞ്ഞു. NSSലുണ്ടായ ഒരു പ്രധാന പ്രശ്നം, ഒരിക്കലും NSS നേതാക്കൾ പറയുന്നത് പോലെ പാർട്ടിയിൽ ഏതെങ്കിലും പാർട്ടിക്ക് ഇവർ വോട്ട് ചെയ്യാറില്ല. അവിടെ നായന്മാർ വോട്ട് ചെയ്യാറില്ല. അവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതിൽ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, CPI ഉണ്ട്, ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ മാറി അവർ വോട്ട് ചെയ്യും. അവരൊരു രാഷ്ട്രീയം അനുസരിച്ച് വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ലൗട്ട് ഒരല്പം കുറഞ്ഞു. രണ്ടാമത്, നേരത്തെ പറഞ്ഞതുപോലെ ഇവർ പറയുന്നത് തങ്ങളുടെ താല്പര്യത്തിനല്ല എന്ന് നായന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് അവരവരുടെ രൂപത്തിൽ വോട്ടിംഗ് ചെയ്യാൻ തുടങ്ങി. ശബരിമല വിഷയത്തിലാണ് കുറച്ച് വലിയ ഇടപെടൽ നടത്തുകയും നാമജപ ഘോഷയാത്ര നടത്തുകയൊക്കെ ചെയ്ത കലാപരിപാടികളൊക്കെ ചെയ്തത്. എന്തായാലും അതും തീർന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഗുരുതരമായി NSSന്റെ വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ളൊരു ചായ്വ് BJPക്ക് അനുകൂലമായിട്ടുണ്ടായി.
നായർ വോട്ടിൽ നല്ലൊരു സെക്ഷൻ BJP ആയി ഓൾറെഡി പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. സുകുമാരൻ നായർക്ക് വ്യക്തിപരമായും കുറെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് ആരെയൊക്കെയോ രക്ഷിക്കാനുണ്ട്, മകളുടെ ഭർത്താവിന് ആരെയൊക്കെയോ എന്തൊക്കെയോ കേസുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഭരണകൂടത്തിന്റെ കാൽക്കൽ വീണ് നിൽക്കണം. അങ്ങനെയാണ് പിണറായി ഭക്തനായി അദ്ദേഹം മാറുന്നു. ഒരു തെരഞ്ഞെടുപ്പിൽ 1-2 തെരഞ്ഞെടുപ്പുകളിൽ പിണറായിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു. സമദൂരം എന്നത് ശരിദൂരമാകുന്നു. പക്ഷേ അതിനെതിരായി UDF വളർന്നു വരുമ്പോൾ പരമ്പരാഗതമായി UDF വോട്ട് ചെയ്യുന്ന നായന്മാർ അവർക്ക് തന്നെ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ UDF നേതൃത്വം സതീശൻ വരുന്നത് ഇയാൾക്ക് ഈ നേതൃത്വത്തിന് NS നേതൃത്വത്തിന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. സതീശൻ അങ്ങനെ വഴങ്ങി കൊടുക്കുന്ന ഒരാളല്ല എന്നവർക്കറിയാം. അതുകൊണ്ട് സതീശനെതിരായി ആഞ്ഞടിക്കുന്നു സുകുമാരൻ നായർ. അഹങ്കാരിയാണ്, കള്ളനാണ്, കൊള്ളക്കാരനാണ്, ശരിയായ നായരല്ല എന്നൊക്കെ പറയുന്നു. അദ്ദേഹം രമേശ് ചെന്നിത്തലയ്ക്കും മറ്റാളുകൾക്കുമായിട്ടുള്ള പിന്തുണ ഇങ്ങനെ ഉരുകൂട്ടി വരുന്നു. പക്ഷേ കേരളത്തിലെ സമൂഹത്തിൽ നായന്മാരടക്കമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പിന്തുണ സതീശന് കിട്ടുന്നു. സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. എന്നിട്ടും കലി അടങ്ങുന്നില്ല. പിന്നെ സതീശനെ വിളിക്കുന്നു, കേൾക്കുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതിന്റെ വിഷയം നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് പത്തനാപുരത്ത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന പഴയ NSSന്റെ ഡയറക്ടറും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമൊക്കെയായ മുൻ മന്ത്രി, അന്ന് അദ്ദേഹം മത്സരിക്കുന്ന മന്ത്രിയാണ്, മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ NSS ശ്രമിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതില് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുകയാണ്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെ പുറത്താക്കാൻ തീരുമാനിച്ചു. യൂണിയൻ പിരിച്ചുവിട്ടു. ഗണേഷ് കുമാർ ചോദിക്കുന്നത് രാവിലെ 5 മണിക്കൊക്കെ, രാത്രി 12 മണിക്കൊക്കെയാണ് പിരിച്ചുവിടൽ സന്ദേശം വരുന്നത്. ആ നേരത്താണോ NSS ഉണർന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും സുകുമാരൻ നായർക്കും പത്തനാപുരം NSSനും ഗണേഷിനെതിരായ കൃത്യമായി നിലപാടുണ്ടാവും. യഥാർത്ഥത്തിൽ NSS വിചാരിക്കുന്ന പോലെ അവരെ എതിർത്തുകൊണ്ടല്ല ഗണേഷ് കുമാർ തോറ്റത്. ഗണേഷ് കുമാറിനെതിരായി വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. ചാമക്കാല അവിടെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും NSSന്റെ ഒരു ഉന്ത് ഇയാളുടെ പരാജയത്തിന് കൂടുതൽ കാരണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും ഗണേഷ് കുമാർ സുകുമാരൻ നായരെ വിടുന്നില്ല. നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു. വ്യക്തിപരമായി പോലും അറ്റാക്ക് ചെയ്യുന്നു. നിരവധി ഇതുകൾ നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. അതിൽ അദ്ദേഹം വളരെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു. മാത്രമല്ല, സതീശനെ സുകുമാരൻ നായർ വിമർശിച്ചപ്പോൾ അത് തെറ്റാണ് എന്ന് എതിർപക്ഷത്തുള്ള ആളാണെങ്കിൽ പോലും ഗണേഷ് കുമാറിന് പറയേണ്ടി വന്നു. കാരണം അത് ശത്രുവിന്റെ ശത്രു മിത്രമാണ്. അങ്ങനെ ഏതായാലും ഇപ്പോൾ ഗണേഷ് കുമാർ കുറെ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, വ്യക്തിപരമായി ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്, സുകുമാരൻ നായരുടെ ക്വാളിറ്റി, അദ്ദേഹത്തിന്റെ മക്കളുടെ പേരിലുള്ള കേസ് പലതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇതിന്റെ അസറ്റ് മാനേജ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വല്ലാത്ത തെറ്റ് പറ്റിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒരു കോളേജ് ഉണ്ടായിരുന്നു, അയ്യപ്പ കോളേജ് എന്തോ. അപ്പൊ ആ കോളേജ് എവിടെയാണ് എന്ന് ഗണേഷ് കുമാർ ചോദിക്കുന്നുണ്ട്. ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ സുകുമാരൻ നായർ മറുപടി പറയുമെന്ന് അറിയില്ല. പക്ഷേ സുകുമാരൻ നായർ പറഞ്ഞ് വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് ഞാൻ മറുപടിയില്ല. വ്യക്തിപരമായ ആരോപണം അവിടെ നിൽക്കട്ടെ. മുമ്പ് NSSന്റെ ആസ്തിക്ക് എന്ത് സംഭവിച്ചു? പത്മ എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ടാക്കി. ആ കഫേ ദയനീയ പരാജയമായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ആരാണത് പറഞ്ഞുണ്ടാക്കിയത്? എന്തിനാണത് ഉണ്ടാക്കിയത്? ഇങ്ങനെയുള്ള 1, 2 അല്ല നിരവധി ചോദ്യങ്ങൾ ഗണേഷ് കുമാർ ചോദിക്കുന്നു. ഇനി ഇതിന്റെ ഭാവി എന്താവും? ഇന്നത്തെ നിലയ്ക്ക് NSSൽ നിന്ന്, അധികാര സ്ഥാനത്ത് നിന്ന് സുകുമാരൻ നായരെ പുറത്താക്കാൻ ഗണേഷ് കുമാറിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പല കാരണങ്ങളുണ്ട്. ഗണേഷ് കുമാറിന് അത്ര വലിയൊരു സ്വാധീനം നായർ സമൂഹത്തിലില്ല. 2, ഇപ്പോഴത്തെ സർക്കാർ, പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ സുകുമാരൻ നായർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. സംഗതി സതീശനുമായിട്ടൊക്കെ വഴക്കുണ്ടെങ്കിലും ചെന്നിത്തല ഇദ്ദേഹത്തിന്റെ ഒരു ഗുഡ് ബുക്സിലുള്ള ആളാണ്. അപ്പോ NSSനെതിരായി എന്തെങ്കിലും ഒരു നടപടി, NSS മാത്രമല്ല SNDP ഒരു നടപടി ഗവൺമെന്റ് ഭാഗത്തുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിന് ആ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ കിട്ടാൻ വഴിയില്ല. പിന്നെ NSSന് എന്ത് ചെയ്യാനാണ്? അതിലെ മഹാഭൂരിപക്ഷവും ഇപ്പോഴും സുകുമാരൻ നായരെയും നേതൃത്വത്തെയും പിന്താങ്ങുന്നവരാണെങ്കിൽ അവര് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും.
അവരുടെ ആസ്തി സംരക്ഷിക്കും, അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകും. NSSന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല.